ഹലോ ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് കൊടുത്താലോ. ഇത് വന്നിട്ട് 1 ഡേ സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് കേട്ടോ. ഒരു ദിവസം ഇടുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു കളറാണ് കിട്ടുന്നത്. ഇത് എങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നോക്കാം. അതിനാണ് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യമായി വേണ്ടത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലൊരു ക്രീമി ഫോം കിട്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതപ്പോൾ വല്ലാതെ ചൂടാക്കി നേരിയ ചൂടിലിട്ട് ഇതിലേക്കാണ് 1 സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ചൂട് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ചൂട് നന്നായി മാറിയതിന് ശേഷം 1 സ്പൂൺ കട്ട തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് ഒട്ടും തന്നെ പാടില്ല. ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഞാനിനി എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഏതൊരു പാക്കും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫേസ് നന്നായി വാഷ് ചെയ്യണം. ഒട്ടും തന്നെ അഴുക്കൊന്നും പാടില്ല. ഇനി നമുക്ക് ഈ പാക്ക് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ബാക്കി വന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നാളെ കുളിക്കുന്നേക്കാൾ മുമ്പ് കൈമലും കാലുമലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാക്ക് വന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഈ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്ത് വന്നിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എക്സ്പ്രഷൻ ഇട്ട് പറയാറില്ല, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഫേസിന് വന്നിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട്. ഈ പാക്ക് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് നന്നായി ആഴത്തിൽ എങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടാം. നല്ലൊരു ഗ്ലോയിങ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകാൻ കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.